ആകാശവാണി. ജില്ലാ വൃത്താന്തം. ഇന്ന് പത്തനംതിട്ട ജില്ല. ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി ശ്രീധർ. കഴിഞ്ഞ 2 മാസങ്ങളിലായി പത്തനംതിട്ട ജില്ലയിൽ മയക്കുമരുന്ന്, അബ്കാരി, കോട്ട്പ കേസുകളിലായി അറസ്റ്റ് ചെയ്തത് 1121 പേരെ. ഇതിൽ മയക്കുമരുന്ന് കേസുകളിൽ 102 പേരും, അബ്കാരി കേസുകളിൽ 349 പേരും, കോട്ട്പ കേസുകളിൽ 670 പേരും ഉൾപ്പെട്ടിട്ടുണ്ട്. നിലവിലെ സാമൂഹിക വിപത്തുകളായ ലഹരി വസ്തുക്കളിൽ നിന്നും ഡിജിറ്റൽ ലോകത്തെ അടിമത്തത്തിൽ നിന്നും വിദ്യാർത്ഥികൾ പൂർണ്ണമായും മുക്തരാകുന്നതിന് കനത്ത ജാഗ്രത വേണമെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയുടെ 15ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി അടൂർ കടമ്പനാട് KRKP MBHS ആൻഡ് VHSS ഗ്രൗണ്ടിൽ സംഘടിപ്പിച്ച ജില്ലാതല പരിപാടിയിലെ SPC കേഡറ്റുകളുടെ സെറിമോണിയൽ പരേഡിൽ സല്യൂട്ട് സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലയിൽ നിന്നുള്ള 9 സ്കൂളുകളിലെ കേഡറ്റുകൾ പരിപാടിയിൽ പങ്കെടുത്തു. പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജ് ഗ്രൗണ്ടിൽ നടക്കുന്ന 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് തുടക്കമായി. സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിക്കാൻ ജില്ലാ കളക്ടർ S. പ്രേംകൃഷ്ണന്റെ അധ്യക്ഷതയിൽ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ യോഗം ചേർന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകും. ഈ മാസം 11, 12 തീയതികളിൽ പരേഡ് റിഹേഴ്സലും 13-ന് ഡ്രസ് റിഹേഴ്സലും നടക്കും. 29 പ്ലറ്റൂണുകൾ പരേഡിൽ പങ്കെടുക്കും. പത്തനംതിട്ട AR ക്യാമ്പ് അസിസ്റ്റന്റ് കമാൻഡന്റിനാണ് സെറിമോണിയൽ പരേഡിന്റെ പൂർണ്ണ ചുമതല. ആഘോഷ പരിപാടികളുടെ ഏകോപനം കോഴഞ്ചേരി തഹസിൽദാർ നിർവഹിക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതുതെരഞ്ഞെടുപ്പിനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ ആദ്യഘട്ട പരിശോധന ജില്ലയിൽ ആരംഭിച്ചു. കളക്ടറേറ്റ് പരിസരത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ EVM വെയർഹൌസിന് സമീപം സജ്ജീകരിച്ച പ്രത്യേക പന്തലിലാണ് പരിശോധന നടക്കുന്നത്. വോട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഭാഗമായ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റുമാണ് പരിശോധിക്കുന്നത്. 2210 കൺട്രോൾ യൂണിറ്റുകളും 6250 ബാലറ്റ് യൂണിറ്റുകളും പരിശോധിക്കും. ഓരോ മെഷീനും പരിശോധിച്ച് പ്രവർത്തനക്ഷമമാണെന്ന് ഉറപ്പുവരുത്തും. ഈ മാസം 20 വരെയാണ് ആദ്യഘട്ട പരിശോധന നടക്കുന്നത്. യന്ത്രങ്ങളിൽ ഉണ്ടാകുന്ന സാങ്കേതിക തകരാർ പരിശോധിച്ച് പരിഹരിക്കുന്നതിന് ഹൈദരാബാദ് ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളും FLC പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ജില്ലാ കളക്ടറുടെ മേൽനോട്ടത്തിൽ ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർക്കാണ് പരിശോധന ചുമതല. കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിനു ശേഷം പത്തനംതിട്ട ജില്ലയിൽ പുതുതായി വോട്ടർ പട്ടികയിൽ പേരു ചേർക്കാൻ ഇന്നലെ വൈകിട്ട് 5:30 വരെയുള്ള കണക്കുകൾ പ്രകാരം 44,118 പേരാണ് ഓൺലൈനായി അപേക്ഷ സമർപ്പിച്ചത്. നിലവിലുള്ള പട്ടികയിലെ വിവരങ്ങൾ തിരുത്തുന്നതിന് 443 അപേക്ഷകളും ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പേരുമാറ്റത്തിന് 3068 അപേക്ഷകളുമാണ് ലഭ്യമായിട്ടുള്ളത്. കാലാവസ്ഥാ വ്യതിയാനത്തെ പ്രതിരോധിക്കാൻ ശേഷിയുള്ളതും കൃഷിയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണവും വിപണന സാധ്യതയും കർഷകരെ പരിചയപ്പെടുത്തണമെന്നും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ പറഞ്ഞു. കേരള ക്ലൈമറ്റ് റെസിലിയന്റ് അഗ്രി വാല്യൂ ചെയിൻ മോഡേണൈസേഷന്റെ പദ്ധതി നിർവഹണ സ്ഥാപനങ്ങൾക്കായുള്ള അവബോധ ശില്പശാല പന്തളത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരിൽ അവബോധം വളർത്തുന്ന പരിശീലനം നൽകാൻ കൃഷിവകുപ്പ് മുന്നിട്ടിറങ്ങണം. കേരളത്തിന്റെ കാർഷിക സമൃദ്ധി കൂടുതൽ മെച്ചപ്പെടുത്താൻ ഇതിലൂടെ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, കൃഷിവകുപ്പ്, വ്യവസായ വാണിജ്യ വകുപ്പ്, പ്ലാന്റേഷൻ ഡയറക്ടറേറ്റ്, കേരള കാർഷിക സർവകലാശാല, കിൻഫ്ര, ജലസേചനം എന്നീ വകുപ്പുകൾ സംയുക്തമായി കേരളത്തിന്റെ കാർഷിക മേഖലയുടെ സമഗ്ര വളർച്ചയും കാലാവസ്ഥാ പ്രതിരോധശേഷി വർധനയും ലക്ഷ്യമിട്ടാണ് ലോകബാങ്കിന്റെ സഹായത്തോടെ പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.